എന്താ ഒരു നമ്പർ തന്നിട്ടുണ്ട്, അതിനെ നമ്മൾ എന്ത് ചെയ്യണം, 2 ഡെസിമൽ ആക്കണം. അതായത് നമ്മുടെ ഗിവൺ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗിവൺ നമ്പറിനെ നമുക്കൊന്ന് എടുത്ത് എഴുതി വയ്ക്കാം. നമ്മുടെ ഗിവൺ നമ്പർ എന്താണ്, 110.01. ഇതാണ് നമ്മുടെ നമ്പർ. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള എന്താണ്, 2 ഡെസിമൽ. 2 ഡെസിമൽ എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാവുന്ന സിസ്റ്റത്തിലോട്ട് മാറുവാണ്. സോ വി ആർ ഹാപ്പി അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഡെസിമലിലോട്ട് വരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്പറിന് അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആ പ്രോസസ്സ് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ബേസ് എന്താണ്, 2 ആണ്, അതായത് ബൈനറി സിസ്റ്റമാണ്. സോ നമ്മളപ്പോൾ എന്ത് ചെയ്യും, 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും, 2ൻ്റെ പവർ വാല്യൂസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയൽ പോർഷനിലെ ഏറ്റവും, അപ്പോൾ നമുക്ക് ഏറ്റവും റൈറ്റ് മോസ്റ്റ് ഡിജിറ്റും ഉണ്ട്, ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റും ഉണ്ട്. ഈ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിനെ വിളിക്കുന്ന പേരെന്താണ്, LSB, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്, MSB, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് ബിഗിൻ ചെയ്യേണ്ട എവിടെ നിന്നായിരിക്കും, LSB എന്നായിരിക്കും. LSB എന്ന് പറഞ്ഞാൽ എന്താണ്, ഏറ്റവും റൈറ്റ് മോസ്റ്റ് പോയിൻ്റ് എന്ന്. അപ്പോൾ നമുക്ക് ആദ്യം എടുക്കാം, 0 എടുക്കാം. സോ 0യെ നമ്മൾ സെറ്റ് ചെയ്യുന്ന പവർ വാല്യൂ എന്താണ്, 2ൻ്റെ ബിഗിനിങ് വാല്യൂ, ദാറ്റ് ഇസ് പവർ വാല്യൂവിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാണ്, 0യിൽ നിന്ന്. പ്ലസ് ഇനി രണ്ടാമത്തെ ഡിജിറ്റ് അതെന്താണ്, 1. എന്നിട്ട് എന്ത് ചെയ്യും, 2ൻ്റെ അടുത്ത പവർ വാല്യൂ അതെന്താണ്, റേസ് ടു ദ പവർ 1. പ്ലസ് അടുത്ത 1 എടുക്കും, 1 × 2 ടു ദ നെക്സ്റ്റ് പവർ വാല്യൂ, അത് എത്രയാണ്, 2 റേസ് ടു 2. പ്ലസ് അടുത്ത എന്താണ്, 0 × 2 റേസ് ടു 3. ഓക്കെ, പ്ലസ് അടുത്ത എന്താണ്, 1 വരും, 1 × 2 റേസ് ടു 4. പ്ലസ് അടുത്ത എന്ത് വരും, 1 വരും. സോ 1 × 2 റേസ് ടു 5. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ റിയൽ പോർഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രാക്ഷൻ തൊട്ട് മുന്നേ ഉള്ള റിയൽ കണ്ടൻറ്റിൻ്റെ ബൈനറി എന്ന് പറയുന്നത്, ഡെസിമൽ എന്ന് പറയുന്നത് അല്ലേ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ ബൈനറിയുടെ തൊട്ട് റൈറ്റിൽ ആരുണ്ട്, പോയിൻറ്റിന് ശേഷം 2 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ 0 വരെ നമ്മൾ റേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 0.01 എന്ത് ചെയ്യും, അതിന് ശേഷമുള്ള നെഗറ്റീവ് റേഞ്ചിൽ വാല്യൂസ് സെറ്റ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ പവർ വാല്യൂ ആയിട്ട്. അപ്പോൾ നോക്കിക്കേ, ഇവിടുത്തെ ഈ നമ്പർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, 0 × 2 റേസ് ടു -1. ദെൻ സെക്കൻഡ് ഡിജിറ്റ് എന്താണ്, 1 × 2 റേസ് ടു -2. സപ്പോസ് ഇവിടെ ഒരു 1 ഉണ്ടായിരുന്നു വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് എഴുതും, 1 × 2 റേസ് ടു -3. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്പേഴ്സിനെ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ബൈനറിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡെസിമലിലേക്ക് നമ്മൾ ജനറേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു സംഭവം അങ്ങനെ തന്നെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇവിടം വരെ കിട്ടിയായിരുന്നു, 2 റേസ് ടു 5 വരെ കിട്ടിയായിരുന്നു. സോ ഇത്രയും നമ്പേഴ്സ് നമ്മൾ എഴുതി വെച്ചു. ഇനി നമുക്ക് 2 റേസ് ടു 5 എന്ന് പറഞ്ഞാൽ എന്താണ്, 32 ആണ്. 2 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 16 ആണ്. ബാക്കി ഇതെല്ലാം കട്ടായി പോകും, കാര്യം 0 × ചെയ്തേക്കുന്നത്, 0 × ചെയ്തേക്കുന്ന എല്ലാം കട്ട് ചെയ്ത് പോകും. ബാക്കിയുള്ള റിയൽ പോർഷൻസ് എല്ലാം എടുത്ത് എഴുതി വെച്ചു. ഇനി നെഗറ്റീവ് റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, 0 × 1/2 ആണ് അല്ലേ. 1/2 എന്ന് വെച്ചാൽ 0.5 ആണ്. ദെൻ 1 × 2 റേസ് ടു -2 എന്ന് പറഞ്ഞാൽ എന്താണ്, 1 × 1/4 ആണ് അല്ലേ. 1/4 എന്ന് പറഞ്ഞാൽ എന്താണ്, 0.25 ആണ് അല്ലേ. ഇതൊക്കെ അറിയാമല്ലോ. അപ്പോൾ അത്രയും വാല്യൂസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടലി നമ്മൾ സമ്മേറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു വാല്യൂ കിട്ടും. സോ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, 54.25. ഓക്കെ അല്ലേ. ഇനി അടുത്ത നമ്പർ നോക്കാം, സബ്ട്രാക്ട് 110 ഫ്രം എന്താണ്, ഈ ഒരു വാല്യൂയിൽ നിന്ന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ചെയ്യേണ്ടത്, 11001 മൈനസ് എന്താ ചെയ്യേണ്ടത്, 110. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 1ൽ നിന്ന് 0 പോകും, കാര്യം ആൻസർ എന്ത് കിട്ടത്തുള്ളൂ, 1 തന്നെ കിട്ടും. അതിനകത്ത് കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. ഓക്കെ, അടുത്ത് നോക്കിയാൽ ഇവിടെ വരുമ്പോഴേക്കും 0ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യാൻ പറയുക, പറ്റുമോ, ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് പൊസിഷനിൽ നിന്ന് ബോറോ ചെയ്യാൻ നോക്കും. അവിടെ വല്ലൊരു ഉണ്ടോ, ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് പൊസിഷനിൽ നിന്ന് എടുക്കും. അവിടെ ആരാ ഉള്ളത്, 1 ഉണ്ട്. ആ 1 അപ്പോൾ എന്തായി മാറും, 0 ആയി മാറും. ഇവിടെ നിന്ന് നമുക്കൊരു 1 കൊടുക്കുമ്പോഴേക്കും ഇതെന്തായി മാറും, ഈ 0 എന്തായി മാറുന്നത്, 10 ആണ് ആവുന്നത്. ഈ 0 എന്തായി മാറുന്നത്, 10 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ആണ്. ഓക്കെ, ആ 2ൽ നിന്ന് നമുക്ക് ഈ പൊസിഷനിലേക്കാണ് നമുക്ക് വാല്യൂവിനെ കൊണ്ടുവരേണ്ടത്. ആ 2ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു 1നെ എടുക്കും. അപ്പോൾ ഇവിടെ എന്തായും, ഈ 0 എന്തായി മാറും, 10 ആകും. ഇവിടെ ഉണ്ടായിരുന്ന 2 എന്നുള്ള അല്ലെങ്കിൽ 10 എന്നുള്ള വാല്യൂ എന്തായി മാറും, 1 ആയി മാറും. ഇങ്ങനെയാണ് പ്രോഗ്രഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പൊസിഷനിൽ ഇപ്പോൾ എന്താണുള്ളത്, 10 അല്ലെങ്കിൽ നമ്മുടെ ന്യൂമറിക്കൽ 2. 2വിനകത്തുനിന്ന് 1 പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടും. ഓക്കെ, ഇനി ഇവിടെ ആരായിരുന്നു ബാക്കിയുള്ളത്, നമ്മൾ 10 ഉണ്ടായിരുന്നതിനകത്തുനിന്ന് ഒരു 1 ആണ് ഇപ്പുറത്തേക്ക് കൊടുത്തത്. അപ്പോൾ ഇവിടെ എന്തുണ്ട്, നെക്സ്റ്റ് 1 ഉണ്ട്. സോ 1 - 1 എന്തായി പോകും, 0 ആയി പോകും. ഇവിടെ എന്താണ്, ഓൾറെഡി ഒരു 1 ഉണ്ടായിരുന്നു, അതിൽ നിന്നാണ് നമ്മൾ ബോറോ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അതെന്തായി മാറി, 0 ആയി മാറി. പിന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്താ ഉള്ളത്, 1 ആണ് ഉള്ളത്. സോ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 10011. സോ ദിസ് ഈസ് ദ സബ്ട്രാക്റ്റഡ് വാല്യൂ. ഓക്കെ, ഇനി അടുത്ത വീണ്ടും ചോദിച്ചിരിക്കുവാണ് ഒരു നമ്പറിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് സുഖമായിട്ട് ചെയ്യാമല്ലോ. ഇതൊരു ബൈനറിയാണ്, 2 ഡെസിമൽ. 2 ഡെസിമൽ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഹാപ്പി ആവുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, 2 ഡെസിമൽ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഹാപ്പി ആകുമ്പോൾ എന്താ ചെയ്യുന്നത്, അതിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് വെച്ചാൽ മൾട്ടിപ്ലൈ ഉണ്ട്, ഇവിടുത്തെ ബേസ് നോക്കുക. ഇവിടുത്തെ ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ആണ്.
അതിന് നമ്മളപ്പോൾ എന്ത് ചെയ്യണം, 2 വെച്ച് വേണം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1101 ആണുള്ളത്, റിയൽ പോർഷൻ 0.001 ആണുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, LSB എടുക്കും. അതിന് ഫസ്റ്റ് വാല്യൂ, അതായത് ഈ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0 കൊടുക്കും. ദെൻ 0 ഇൻറ്റു നെക്സ്റ്റ് പവർ 2^1 പ്ലസ് 1 ഇൻറ്റു 2^2 പ്ലസ് 1 ഇൻറ്റു 2^3. ഓക്കെ, സോ നമ്മുടെ ഈ റിയൽ പോർഷൻ കഴിഞ്ഞു. ഇനി പോയിന് ശേഷമുള്ള വാല്യൂ, ദാറ്റ് ഈസ് 0 ഇൻറ്റു 2^-1 പ്ലസ് 0 ഇൻറ്റു 2^-2 പ്ലസ് 1 ഇൻറ്റു 2^-3. അപ്പോൾ 1 ഇൻറ്റു 2^-3 എന്ന് വെച്ചാൽ 1/8 ആണ്, അത് 0.125 ആണ്. സോ നമ്മൾ വാല്യൂസ് എല്ലാം ആഡപ്പ് ചെയ്യുമ്പോഴേക്കും വി വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 13.125. ഓക്കെ,